ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ 2 പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നല്ലാതെ ഇങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്തായിട്ട് എനിക്ക് പരിചയമില്ല. അതുകൊണ്ട് എൻ്റെ വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വാക്ക് പിന്നെ വളരെ നന്ദിയുണ്ട്. ഏതെങ്കിലും പരിപാടിയിലേക്ക് ക്ഷണിച്ച മറ്റുള്ള എല്ലാവർക്കും മറ്റുള്ളവർക്ക് നന്ദി പറയുന്നു. പിന്നെ അതുപോലെ ഈ പരിപാടി അറിയിക്കുന്നു എൻ്റെ എല്ലാ സഹോദരന്മാർക്കും പിന്നെ ഇവിടെയുള്ള കുട്ടികൾ എല്ലാവർക്കും ആദ്യമായി നമസ്കാരം, അസ്സലാമു അലൈക്കും. പക്ഷേ ഞാൻ കണ്ണൂർ സിറ്റിക്കാരനാണ്, എന്നാലും നിങ്ങളെ മുമ്പിൽ ഞാൻ ഇന്ന് കണ്ണൂർക്കാരനല്ല. നിങ്ങളെ കൂടെ ഉള്ള നിങ്ങളെ നാട്ടുകാരനായിട്ട് ഞാൻ മാറി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമുക്ക് ചില ആൾക്കാർ പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭിന്നശേഷി, കഴിവില്ലാത്ത ആൾക്കാർ, ഇങ്ങനെ പലതും. പക്ഷേ ഇവരല്ല ഭിന്നശേഷി, നമ്മളാണ് ഭിന്നശേഷി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിച്ചവൻ കണ്ണ്, ദൈവം കണ്ണ്, കാത്, ചെവി, കാല്, എല്ലാ ആരോഗ്യം എല്ലാം തന്നു. പക്ഷെ ഇവർക്ക് കുറച്ച് വ്യത്യാസമല്ലേ ഉള്ളൂ. പക്ഷെ ഇവരെ മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മളാണ് ഭിന്നശേഷി. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. കാരണം ഭിന്നശേഷിക്കാരെ നമ്മളെ എപ്പോഴും സ്നേഹിക്കുക. കാരണം ഇവരെ കണ്ണുകൊണ്ട് കാണാം, ഇവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. കാരണം പ്രത്യേകിച്ച് സമത്വം അൻസാരിക്ക് ബന്ധപ്പെട്ട് പോകണം. പിന്നെ നമുക്കൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഈ കുട്ടികളെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണം തോന്നി. കാരണം ഈ സ്കൂളുമായിട്ട് അൻസാറിനും എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ഈ മക്കളോട്. നമ്മൾ വലിയൊരു പ്രസംഗം അല്ലെങ്കിൽ ആശംസ അറിയിപ്പിച്ച് ഉള്ള സമയം കളയണ്ട. സമയം ഒരുപാടായിട്ട്. ജ്യേഷ്ഠാനുജന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ജീവിത തിരക്കിനിടയിൽ ഇതുപോലുള്ള മക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു വേദി സ്വർഗവാദി വാട്സപ്പ് കൂട്ടായ്മ നടത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. സമയപരിമിതി കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എത്തുന്നു. ഇങ്ങനെ ഒരു പരിപാടി നമ്മളെ കുട്ടികളെ വെച്ചിട്ട് നടത്തിയൊരു പരിപാടി സ്വർഗവാതിൽ മുൻകൈയെടുത്ത് നടത്തി. വളരെ സന്തോഷമുണ്ട്. സ്വർഗവാതിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിൽ നമ്മുടെ ഇവിടെയുള്ള മക്കളുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം മക്കളുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കുക എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളെ സബിതബായിൻ്റെ കീഴിൽ, നമ്മളെ സ്വർഗവാതിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിൽ ഇത്തരം പരിപാടികളിൽ നമ്മൾ ഒരുപാട് പങ്കെടുത്ത ആളുകളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നമ്മളുടെ സന്തോഷവും അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്വം. അപ്പം അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും കഴിയുന്നതും നമ്മൾ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അവർക്കും കൂടെ നല്ലൊരു സന്തോഷം പങ്കിടാനും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അതിൻ്റെ പ്രമുഖ കാര്യദർശി അൻസാർ ബുസ്താനെ എന്നെ ക്ഷണിച്ചു. ഈ സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മ എന്നുള്ളത് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല വാട്സപ്പ് കൂട്ടായ്മകളും 50 പേരോ 100 പേരോ 150 പേരോളോ ഇരുന്ന് ജീവകാരുണ്യം അല്ലെങ്കിൽ എന്തെല്ലാം പേര് പറഞ്ഞുകൊണ്ട് ഒരു ടൈം പാസ് മാത്രം അല്ലെങ്കിൽ നേരം പോകാൻ വേണ്ടി മാത്രം ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഈ സമൂഹത്തിലെ എല്ലാ നിലയിലെ സമദ് പരമ്പരാലയുടെയും അൻസാർ ബുസ്താൻ്റെയും സൗഹൃദ വലയത്തിലുള്ളവരെല്ലാം തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തുകൊണ്ട് അതിനൊരു പേരിട്ടുകൊണ്ട് സ്വർഗവാതിൽ എന്നൊരു പേരിട്ടുകൊണ്ട് ആണ് ഈ കൂട്ടായ്മ ആദ്യമായി രംഗത്ത് വന്നപ്പോൾ ഇതിലുള്ള എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ആദ്യമായിട്ടുള്ളൊരു പരിപാടി തിരൂരിൽ വെച്ച് ഒരു ഭിന്നശേഷി സംഗമം നടത്തിക്കൊണ്ട് തന്നെ 1000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു സംഗമം നടത്തിക്കൊണ്ടാണ്
ഇത് തുടർന്ന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവർ 500, 1000, 2000, 5000 ഇപ്പോൾ നമ്മൾ സിദ്ദീഖ് കൊണ്ടോട്ടി, അതുപോലെ സമദ് പരമ്പരാത, ഇവരെ സലാം, അത് സിറാജ്, ഇവരെ പോലുള്ള നിന്നൊക്കെ സംഭാവനകൾ വാങ്ങി നല്ലൊരു കയ്യറിയോട് കൂടിയതാണ് എന്നെ സ്വീകരിച്ചത്. നല്ലൊരു താങ്ക്സ് ഉണ്ട്. സ്വർഗവാതിൽ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതാക്കളെ, അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഭാരവാഹികൾ, അതുപോലെ തന്നെ മതിൽ കെട്ടരുത്, മസിൽ പിടിക്കരുത്, മനസ്സ് തുറന്നോളൂ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇന്ന് സ്വർഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന 160-ൽ പരം ആളുകൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ട്. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നു, അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നു. അതിൽപ്പെട്ട ചില ആളുകളൊക്കെ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നുണ്ട്. ആര് എന്ത് എന്നൊന്നും നമ്മൾ പറയില്ല, എല്ലാവരുടെ തുല്യം. അതുകൊണ്ടാണ് ഞാൻ അധ്യക്ഷൻ്റെ പേര് പറഞ്ഞ് ബാക്കി ആരും പേരും ഞാൻ പറയാത്തത്, മനഃപൂർവ്വമാണ്. പോകുമ്പം എന്റെ മുഖം കാണുമ്പോ എന്നെയും ഓർത്തിടണേ, എന്റെ കുഞ്ഞാരെ എന്നെയും ഓർത്തിടണേ. തേനിൽ കൊള്ളിച്ചാലും പാലിൽ കൊള്ളിച്ചാലും കുളിച്ചാലും മാറി കുളിച്ചാലും കാത്തുവെടുക്കില്ലേടി എന്നാലേ കാത്തുവെടുക്കില്ലേടി. ഓക്കെ, താങ്ക് യു. മധുര
ദുഃഖം നിറയും എൻ കൽബിൽ ഒലിവുകൾ തീർത്തതും അവളാണ്. ഇരുളുക നീണൻ വലിലലില എലിമ നിറച്ചതും അവളാണ്. ദുഃഖം നിറയും എൻ കൽബിൽ ഒലിവുകൾ തീർത്തതും അവളാണ്. എൻ്റെ മാനം പൂവാണ്, എൻ്റെ ഭാഗ്യവും അവളാണ്. നല്ല സുന്ദരി മലരാണ്,